ക്രിസ്ത്യൻ വംശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ് ഞാൻ നയിക്കുന്നത് കുരിശുയുദ്ധമാണ് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിനെ പോലൊരാള് മറ്റൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്തെ ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു താല്പര്യത്തിനും അല്ലല്ലോ. ലോകത്തിലെ 3 എണ്ണപ്പാടങ്ങൾ, എണ്ണയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനുള്ള 3 രാജ്യങ്ങൾ എടുത്താൽ 1 വെനിസുലയാണ്, 2 സൗദി അറേബ്യയാണ്, 3 ഇറാനാണ്. വെനിസുല അവർ സ്വന്തമാക്കി. ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ച് കൊണ്ടുപോയിട്ട് പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കി അവർ നേരിട്ട് ഭരിക്കുകയാണ്. ഇപ്പൊ അമേരിക്കൻ ഭരണമാണ് യഥാർത്ഥത്തിൽ വെനിസുലയിൽ നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഒന്ന്. രണ്ടാമത്തേത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഇവരുടെ വിധേയത്വത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇറാനും കൂടിയാണ് ഇവർ കണ്ണുവെക്കുന്നത്. ഇറാൻ കണ്ണുവെക്കുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വെനിസുലയിലും സൗദി അറേബ്യയിലുള്ള അവസ്ഥയല്ല. ഇറാന്റെ എണ്ണ അമേരിക്കൻ ഉപരോധം തുടങ്ങിയ കാലം തൊട്ടേ എണ്ണ വാങ്ങുന്നത് മഹാഭൂരിപക്ഷവും 90% ഇറാൻ എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അപ്പൊ ചൈന നിലനിൽക്കുന്നത്, ചൈന ഒരു വൻ ശക്തിയായി അമേരിക്കക്ക് നേർക്കുനേരെ ആക്രമിക്കാൻ പോലും പറ്റാത്തൊരു ശക്തിയായി നിൽക്കുന്നത് ഇറാന്റെ എണ്ണ കൊണ്ടാണ്. ഇറാന്റെ എണ്ണ തടയുക, എണ്ണപ്പാടങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞ അർത്ഥം ചൈനയെ നിലക്ക് നിർത്തുക എന്നൊരു ലക്ഷ്യമാണ്. ഒന്ന്. മറുഭാഗത്ത് അമേരിക്കക്ക് പിടി നഷ്ടപ്പെട്ട ഒരു യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ അമേരിക്കയേക്കാൾ പിടിയുള്ളത് റഷ്യക്കാണ്. റഷ്യയുടെ മുന്നേറ്റത്തെ തടയേണ്ടതുണ്ട്. റഷ്യയുടെ ആയുധങ്ങൾ തീർച്ചയായിട്ടും റഷ്യയുടെ സഹായം എല്ലാ കാലത്തും അമേരിക്കക്കെതിരെ ഒറ്റയാൾ പോരാട്ടം പോലെ ഇറാൻ വളരെ കാലമായി പൊരുന്നുണ്ട്. അത് 79 മുമ്പ് ഇപ്പോൾ ഷാ പഹ്ലവിയുടെ കാലത്ത് തുടങ്ങിയതാണ്. ഷാ പഹ്ലവി അമേരിക്കൻ ഏജന്റാണെന്നാണ് ഇറാനിലെ ഇസ്ലാമിസ്റ്റുകളുടെ ആരോപണം. അതായിരുന്നല്ലോ കലാപത്തിന് കാരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.